ഒരു ഐറ്റം ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താലുണ്ടല്ലോ ചിക്കനും ബീഫൊക്കെ അങ്ങ് മാറി നിൽക്കും കേട്ടോ. കിട്ടില്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു കോളിഫ്ലവർ എടുത്തിട്ട് കഴുകിയതിനു ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നല്ല തിളച്ച വെള്ളവും ചേർത്തിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കുക. അതിനുശേഷം ഊറ്റി മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഒരു ബൗളിൽ മൈദ, കോൺഫ്ലവർ, പിന്നെ പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു കോളിഫ്ലവർ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ചൂടായ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂണ് കോൺഫ്ലവറിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. വേറൊരു ബൗളിൽ ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, ചില്ലി സോസ്, കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, അരക്കപ്പ് വെള്ളവും ചേർത്ത് മാറ്റി വെക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു സോസ് ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി എടുത്തില്ല, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു കോൺഫ്ലവറിന്റെ മിക്സും ആവശ്യത്തിന് ഉപ്പും കുറച്ചുകൂടെ കുരുമുളക് പൊടിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കോളിഫ്ലവർ ലാസ്റ്റായിട്ട് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടെ സെർവ് ചെയ്യണേ.